ഓക്കെ ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് പ്രവീണ മാമിനെയും കാണുന്നുണ്ട്. നമ്മൾ പോസ്റ്ററും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത് സെഷൻ എടുക്കുന്ന NLP സർട്ടിഫൈഡ് ട്രെയിനർ ആയിട്ടുള്ള പ്രവീണ മാം ആണ്. മാമിന്റെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ദ സൈൻ ബോർഡ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ ടോപ്പിക്കിനെ കുറിച്ച് ഇന്നത്തെ സെഷൻ എടുക്കാൻ വേണ്ടി മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. പ്രവീണ മാം, പ്ലീസ് വെൽക്കം മാം. താങ്ക് യു ഗോപിക. ഗുഡ് മോർണിംഗ് ടു ഓൾ. എല്ലാവർക്കും ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം. കേൾക്കാമല്ലോ അല്ലേ? ഓക്കെയാണ് മാം. ഓക്കെ, താങ്ക് യു. ഗോപിക പറഞ്ഞതുപോലെ ഒരുപാട് പേരുണ്ട്. കഴിയുന്നവരെല്ലാം തന്നെ വീഡിയോ ഓൺ ചെയ്ത് സെഷനിലേക്ക് വരിക. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കടക്കുന്നത് സൈൻ ബോർഡ്. നമുക്ക് എല്ലാവരും നമ്മൾ റോഡിലേക്ക് കടക്കുന്ന സമയത്ത് ഒരുപാട് ബോർഡുകൾ നമ്മൾ കാണാറുണ്ടല്ലേ. ആ ബോർഡുകൾ ഒരു പക്ഷേ ഇനി ഓണക്കാലായാലും കൂടുതൽ ഓണത്തിനെ കുറിച്ചും അതിന്റെ മെസ്സേജുകളെ കുറിച്ചും അതിന്റെ അഡ്വർടൈസ്മെന്റ് അങ്ങനെ പലതരം ബോർഡുകൾ നമ്മൾ കാണാറുണ്ട്. ട്രാഫിക്കിൽ നമ്മൾ സിഗ്നൽസിന്റെ ബോർഡ് കാണാറുണ്ട്. സ്റ്റോപ്പ് ചെയ്യേണ്ടത് സ്റ്റോപ്പ് ചെയ്യാനും കൃത്യമായിട്ട് സ്കൂളുകൾ ആ ഒരു ഏരിയകൾ ഉണ്ടെങ്കിൽ നമ്മുടെ വെഹിക്കിളിന്റെ ഒരു സ്പീഡ് കുറയ്ക്കേണ്ടതായിട്ടുള്ള ബോർഡ്, അങ്ങനെ പലതരം ബോർഡുകൾ നമ്മൾ കാണാറുണ്ട്. പക്ഷെ നമ്മുടെ വീട്ടിൽ കുറെ സൈൻ ബോർഡുകളുണ്ട്. പക്ഷെ നമ്മൾ അതൊന്നും പലപ്പോഴും വാച്ച് ചെയ്യാറില്ല. കാരണം നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുന്നത് സംസാരങ്ങളിലാണ് നമ്മളുടെ കൂടുതൽ ശ്രദ്ധ. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു പക്ഷെ ഒരു വ്യക്തിയെ മനസ്സിലാക്കാൻ നമുക്ക് കൂടുതൽ ഇത്തരം സൈൻ ബോർഡുകളാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. കാരണം ചില വ്യക്തികൾ കൂടുതൽ സംസാരിക്കാത്തവരായിരിക്കാം. ചില സമയങ്ങളിൽ ചില വ്യക്തികൾ സംസാരിക്കാതെ ആവുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാം. അവരുടെ ഫീലിങ്സിനനുസരിച്ച് ചിലപ്പോൾ സന്തോഷമുള്ള സമയത്ത് ഒരുപക്ഷെ ഒരു കൂടുതൽ സംസാരിക്കുന്ന ഒരാളാണെങ്കിൽ ചില സമയങ്ങൾ അവർ വല്ലാതെ വിഷാദത്തിലോ ഒരു സങ്കടത്തിലോ ഒരു പ്രശ്നത്തിലോ ഒക്കെ ആയിരിക്കുമ്പോൾ അവർ സംസാരം പൊതുവെ കുറയ്ക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഒരുപക്ഷെ ഇന്നത്തെ വീടുകളിൽ കുട്ടികൾക്ക് വരുന്ന മാറ്റങ്ങൾ പോലും മാതാപിതാക്കൾ അറിയാതെ പോകുന്നത് ഈ സൈൻ ബോർഡുകളെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. നന്നായി ചില സമയത്ത് ഒരു ഡ്രഗ്സിന് അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടി ഒരുപക്ഷെ അങ്ങേ അറ്റം എത്തുമ്പോൾ ഒരു കേസുകളിലോ സ്കൂളിലോ വെച്ചിട്ടുള്ള ഒരു പെരുമാറ്റം കൊണ്ടായിരിക്കാം ചിലപ്പോൾ മാതാപിതാക്കൾ അറിയുന്നത് എൻ്റെ കുട്ടി ഡ്രഗ്സിന് അഡിക്റ്റഡ് ആണ്. അപ്പോൾ പല മാതാപിതാക്കളും പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ അറിഞ്ഞില്ല, ഇത്തരം കാര്യങ്ങൾ ഞാൻ അവൻ്റെ ഒരു മാറ്റവും ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് അവർ അത്ഭുതപ്പെടുന്ന ഒരു അവസ്ഥയാണ്. ഇത്തരം സൈൻ ബോർഡുകളെ കുറിച്ച് നമ്മൾ വളരെ വിജിലന്റ് ആയി ഇരിക്കേണ്ട ഒരു കാലഘട്ടമാണ്. പിന്നെ വീടുകളിലെ ബന്ധങ്ങളിൽ ഏറ്റവും കൂടുതൽ കൂട്ടിയുറപ്പിക്കാൻ എന്തുകൊണ്ടാണ് ആ വ്യക്തി അങ്ങനെ പെരുമാറുന്നത് എന്ന് തിരിച്ചറിയാനും അവരങ്ങനെ പെരുമാറുന്നുണ്ടെങ്കിൽ ആ പെരുമാറ്റത്തെ ആദ്യം റെസ്പെക്ട് ചെയ്യണം എന്നുകൂടിയാണ് ഈ സൈൻ ബോർഡ് പറയുന്നത്. അതായത് ഒരു വ്യക്തി നമ്മളോട് കൂടുതൽ സാധാരണ സംസാരിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പാർട്ട്ണർ ഒരു ദിവസം വന്നാൽ കൂടുതൽ സംസാരിക്കുന്നില്ല അല്ലെങ്കിൽ ചോദിച്ചതിന് വളരെ കുറഞ്ഞ രീതിയിൽ മറുപടി പറയുന്നു, അവരുടെ റിയാക്ഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം അവരുടെ ആ സമയത്തുള്ള ഫീലിങ്സ് എന്താണ്. ഇനി നമുക്ക് മനസ്സിലായില്ല എന്നിരിക്കട്ടെ, നമ്മൾ അതിനെ റെസ്പെക്ട് ചെയ്യുകയാണ് ആദ്യം വേണ്ടത്. ഒരു വ്യക്തി കൂടുതൽ സംസാരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ജോലി കഴിഞ്ഞ് വരുന്ന വ്യക്തി, അത് ആണായാലും പെണ്ണായാലും ശരി, സ്കൂള് വിട്ട് വരുന്ന ഒരുപാട് ടെൻഷനോട് കൂടി കയറി വരുന്ന ഒരു കുട്ടി നമ്മളൊരു കാര്യം ചോദിക്കുമ്പോൾ നമുക്ക് മറുപടി തന്നിട്ടില്ലെങ്കിൽ അത് ഒരു സൈൻ ബോർഡാണ്. ആദ്യം ആ ഒരു സൈൻ ബോർഡ് റെസ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. കാരണം ആ വ്യക്തി കടന്നു പോകുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇനി മറ്റൊരു കാര്യത്തിലേക്ക് ഈ സൈൻ ബോർഡിനെ കുറിച്ച് പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട 4 സൈൻ ബോർഡ് അല്ലെങ്കിൽ ബോഡി ലാംഗ്വേജിനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളോട് ചിലർ പിണക്കം കാണിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മളോട് സംസാരിക്കാൻ അവർക്ക് കൂടുതൽ താല്പര്യമൊന്നും, പക്ഷെ എങ്ങനെയാണ് ഇവരുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കുക എന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരുപക്ഷെ പല സിറ്റുവേഷനിലും നമുക്ക് സ്മൂത്തായി ഏത് ഫീലിങ്സിനെയും ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഈ സൈൻ ബോർഡ് നിങ്ങളെ വളരെയധികം സഹായിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് തന്നെയാണ്. അതിൽ ആദ്യത്തെ സൈൻ ബോർഡ് എന്താണെന്ന് നോക്കാം. ഒരുപക്ഷെ ഇത് ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം ചില സമയങ്ങളിൽ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് പിണങ്ങിയിരിക്കുന്ന സമയത്ത് വീടുകളിൽ നമ്മുടെ സഹോദരങ്ങൾ നമ്മളോട് പെരുമാറുന്ന രീതികളെ തിരിച്ചറിഞ്ഞ് വീട്ടിലുള്ള മറ്റു വ്യക്തികളെ തിരിച്ചറിയാൻ ഈ സൈൻ ബോർഡ് ഒരുപാട് ഹെൽപ്ഫുൾ ആവും. അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് നീങ്ങാൻ ഇത് നമ്മെ ഏറെ സഹായിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഒന്നാമതായിട്ട് പറയുന്ന സൈൻ ബോർഡ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ദേ അവോയ്ഡ് ഐ കോണ്ടാക്ട് എന്നാണ് പറയുന്നത്. അതായത് ഒരു വ്യക്തി വളരെ ദേഷ്യത്തിലാണ് അല്ലെങ്കിൽ വല്ലാതെ സങ്കടത്തിലാണ്, അവർ കടന്നു പോകുന്ന അവസ്ഥ അവർക്ക് ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ അവർ നാം ആയിട്ടുള്ള
കൂടുതൽ ഐ കോണ്ടാക്റ്റുകളെ അവർ അവോയ്ഡ് ചെയ്യും. നമ്മുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ അവർ പലപ്പോഴും ശ്രമിക്കില്ല എന്നുള്ളതാണ്. നമ്മളോട് ദേഷ്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, നമ്മളോട് താല്പര്യമില്ല, അത് നമ്മുടെ ചുറ്റുമുള്ള വ്യക്തികളെ നമുക്ക് നോട്ട് ചെയ്യാൻ കേട്ടോ. നമ്മൾ എന്തെങ്കിലും പറയുന്ന സമയത്ത് നമ്മുടെ മുഖത്ത് നോക്കി സംസാരിക്കാതിരിക്കുക. ഇനി നമ്മളും ഇത് ചെയ്യുന്നുണ്ടോ എന്ന് കൂടി നമുക്ക് നോക്കാം. ഞാൻ എത്തരത്തിലാണ് എനിക്ക് ദേഷ്യം വരുമ്പോ, ഒരു സങ്കടം വരുമ്പോ പെരുമാറുന്നൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നമ്മൾ പലപ്പോഴും ഒരു വ്യക്തിയുമായിട്ടുള്ള ഐ കോണ്ടാക്ട് നമ്മൾ അങ്ങ് അവോയ്ഡ് ചെയ്യും. നമ്മളൊരു ബുദ്ധിമുട്ടിലായിരിക്കും. നമ്മുടെ വീടുകളിൽ, പ്രത്യേകിച്ച് കുട്ടികളിലൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അവർ നമ്മളിലേക്ക് മുഖത്ത് നോക്കി സംസാരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെന്തൊക്കെയോ മറച്ചു പിടിക്കുന്നുണ്ട്, അവരെന്തൊക്കെയോ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നുണ്ട്. അത്തരത്തിലൊരു അവസ്ഥ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അതിനെ ചോദ്യം ചെയ്യുക എന്നുള്ളത് അല്ല ചെയ്യേണ്ടത്, അതിനെ റെസ്പെക്ട് ചെയ്യുക. ഓക്കെ, നിങ്ങൾ എന്നോട് മുഖത്ത് നോക്കി സംസാരിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല എങ്കിൽ ആ ഫീലിങ്സിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. അപ്പൊ അതിനെ ചോദ്യം ചെയ്യാതെ അതിന് സമയം കൊടുക്കുക, അവരുമായിട്ട് വളരെ എമ്പതിയോടുകൂടി സംസാരിക്കുക. കാരണം അവർ കടന്നു പോകുന്ന ചില സമയത്ത് അവർക്ക് നമ്മളോട് സംസാരിക്കാൻ താല്പര്യം ഉണ്ടാകും, അതിനുള്ള സമയം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു എമ്പതിയോടുകൂടി നമ്മളോട് സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ അതിന് സമയം കൊടുത്തുകൊണ്ട് അത് സ്വീകരിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമതായിട്ടുള്ള ഒരു സൈൻ ബോർഡ് എന്ന് പറയുന്നത് ദേ ആർ വേഗ് ഇൻ ദർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. വേഗ്, VAGUE എന്ന് പറഞ്ഞാൽ അവർ നമ്മളോട് സംസാരിക്കുന്നത് ഒരു അവ്യക്തതയോടുകൂടിയായിരിക്കാം. ചില സമയങ്ങളിൽ വീടുകളിൽ തന്നെ നിങ്ങളുടെ പാർട്ട്നേഴ്സുള്ള പെരുമാറ്റം നമുക്കൊന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ചില സമയങ്ങളിൽ നമ്മൾ ചോദിക്കുന്നതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി തരാതെ ഒഴിഞ്ഞു മാറുന്ന ഒരവസ്ഥ. കുട്ടികളിലേക്കൊന്ന് നോക്കൂ. ഒരു ആൻസർ ഷീറ്റ് കിട്ടുന്ന സമയത്തോ അവരൊരു പരീക്ഷയുടെ ടെൻഷനിലോ നമ്മൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ, ഇനി മറ്റെന്തെങ്കിലും ടെൻഷനിലാണ് ഒരു വ്യക്തിയെങ്കിൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവർ വ്യക്തമായ ഒരു മറുപടി പറയില്ല. അറിയില്ല, നോക്കട്ടെ എന്നൊക്കെ മാത്രം നമ്മളോട് സംസാരിക്കും. കാരണം അതിന് വ്യക്തമായിട്ട് ഒരു മറുപടി, ഞാൻ പോയി നോക്കിയിട്ട് അങ്ങനെയാണെങ്കിൽ വിളിക്കാം, അതിന് പകരം നോക്കട്ടെ, അറിയില്ല, എല്ലാം അറിയില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഒഴിയുന്ന ഒരവസ്ഥ. ഇത് അത് നാം ശ്രദ്ധിക്കേണ്ട ഒരു തലമാണെന്നർത്ഥം. അങ്ങനെ അറിയില്ല എന്നൊരു വ്യക്തി പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആദ്യം അതിനെ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ്. അറിയില്ല എന്ന് പറയുമ്പോൾ നമ്മളോട് തൽക്കാലം അത് സംവദിക്കാൻ അവർക്ക് താല്പര്യമില്ല, ഓക്കെ, ലീവ് ഇറ്റ്. പക്ഷെ ആ സമയത്തും അവരെ വ്യക്തമായി ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ബോഡി ലാംഗ്വേജ് ഒരു പരിധി വരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബന്ധങ്ങളിൽ നമുക്ക് ഒഴിവാക്കേണ്ടവ ഒഴിവാക്കാനും ചേർത്ത് പിടിക്കേണ്ടവ ചേർത്ത് പിടിക്കാനും നമുക്ക് സാധിക്കും എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ചില സമയങ്ങളിൽ നമ്മുടെ ഓഫീസുകളിൽ പോലും നാം എന്തെങ്കിലും ചോദ്യം ചോദിച്ചുകൊണ്ട് ആരെങ്കിലും സമീപിക്കുന്ന സമയത്ത് അവർ നമ്മോട് കൂടുതൽ നമ്മുടെ മുഖത്ത് നോക്കാതെ സംസാരിക്കുന്നുണ്ടെങ്കിൽ നമ്മളോട് സംസാരിക്കാൻ ആ സമയത്ത് അവർക്ക് താല്പര്യമില്ല, അവർ അവരുടെ മറ്റെന്തോ ജോലിയിൽ തിരക്കിലാണ് എന്ന് അറിഞ്ഞുകൊണ്ട് അതിനെ അപ്പോ നമ്മൾ അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ ആ സമയം ആ കമ്മ്യൂണിക്കേഷൻ നമ്മൾ തുടരാതിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അല്ലാതെ നാം നിർബന്ധം പിടിച്ച് അത് പൂർത്തിയാക്കാനോ അവരിൽ നിന്ന് അത് കിട്ടാൻ നിർബന്ധം പിടിക്കുകയോ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം. പലപ്പോഴും ഓഫീസുകളിൽ ഇത്തരം സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് നാം ചിലപ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമ്മുടെ മുഖത്ത് നോക്കാതെ ഒരു ഉത്തരം പറയുന്നുണ്ടെങ്കിൽ ദേ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ യു അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് അവർക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പതുക്കെ അവിടെ നിന്ന് പിൻവാങ്ങുക. ഒരു കുറച്ചുപേര് ഒന്നിച്ചു നിന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ ചെന്ന് അവരോട് സംസാരിക്കുന്ന സമയത്ത് നമ്മളോട് മുഖത്ത് നോക്കാതെ ഒരു അവ്യക്തമായ, അതായത് വേഗമായിട്ട് അവ്യക്തമായിട്ടുള്ള ഒരു മറുപടിയാണ് ലഭിക്കുന്നതെങ്കിൽ ലീവ് ദാറ്റ് പ്ലേസ്. ഇതൊരു റെസ്പെക്റ്റ് ആണ് കൂടുതൽ. അപ്പൊ നമ്മൾ ചോദിക്കുന്ന ചോദ്യം എന്താ, ഞാൻ വന്നാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ, എന്നാൽ ഞാൻ ചോദിക്കുന്ന ഒരു ഉത്തരം നൽകാതെ എന്ന് പറഞ്ഞ് കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നാം പോകും. ആ സമയത്ത് സൈലന്റ് മോഡിലേക്ക് പോവുകയാണ് നമ്മുടെ ബന്ധങ്ങൾക്കും നമുക്ക് ഏറെയും ആശ്വാസകരമായി തോന്നുന്ന ഒരു അവസ്ഥ. കാരണം അവിടെ ചോദ്യം ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന മറുപടി നമ്മെ വേദനിപ്പിക്കുകയോ നമ്മളെ കൂടുതൽ പ്രകോപിക്കുകയോ ചെയ്യുന്നതാകാം. ഈ സമയങ്ങളിൽ
ഇത്തരം സൈൻ ബോർഡുകൾ നമ്മെ കൂടുതൽ സൈലന്റ് ആക്കാനും നമ്മുടെ ഫീലിങ്സിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആവും. ഒന്ന് ശ്രമിച്ചു നോക്കൂ, നിങ്ങൾക്ക് അതിന്റെ മാജിക് മനസ്സിലാവും. ഇനി മൂന്നാമതായിട്ട് പറയുന്ന മറ്റൊരു കാര്യം, ദേ ഓഫൺ ഫോർഗെറ്റ് യു എന്ന് പറയാറുണ്ട്. നമ്മെ പെട്ടെന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവർ മറന്നു പോകും. ചില സമയങ്ങളിൽ എന്തെങ്കിലും വാങ്ങുന്ന സമയത്ത് നമ്മളെ ഓഫീസുകളൊക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ അവര് മറന്നുപോയി, നമ്മൾ അയ്യോ നിന്നോട് പറയാൻ വിട്ടുപോയി കേട്ടോ എന്ന് പലപ്പോഴും നമുക്ക് ഫീൽ ചെയ്തിട്ടില്ലേ? എന്തുകൊണ്ടാണ് നമ്മെ മറന്നു പോകുന്നത്? നമ്മെ അവർ ഓർത്തിട്ടില്ലത് എന്നോർത്ത് നാം വിഷമിക്കാറുണ്ട്. ആ സമയത്ത് വിഷമിക്കാതെ എന്നെ മറന്നു പോയെങ്കിൽ ഇറ്റ്സ് ഓക്കെ, സാരമില്ല. പലപ്പോഴും എനിക്ക് ഇത്തരം അവസരങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ചില സമയങ്ങളിൽ എല്ലാവരും ചിലപ്പോൾ ഒരേ കളറിൽ വരുന്നത് ഞാൻ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ചില സമയങ്ങളിൽ യാത്രകളിലായിരിക്കാം, യാത്രകൾ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അന്ന് സ്പെഷ്യൽ ഡേ ആണെങ്കിൽ അവർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരേ കളറിൽ, ഞാൻ മാത്രം വ്യത്യാസം. അപ്പൊ ഞാൻ അയ്യോ, ഞാൻ ഇതെന്ത്, ഞാൻ ചോദിക്കും അവരോട്, എല്ലാവരും ഒരേപോലെയാണല്ലോ. ഓക്കെ, പക്ഷെ അവരാരും എന്നോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. ഗിവ് റെസ്പെക്ട് ഫോർ ദം. നിങ്ങൾക്ക് എന്നോട് പറയാമായിരുന്നില്ലേ ഞാനും വരാം എന്ന് നമുക്ക് ചോദിക്കാം. അതിന് ഉത്തരവില്ലെങ്കിൽ റെസ്പെക്ട്, പലപ്പോഴും ഞാൻ സൈലന്റ് ആയിട്ട് ഇരിക്കാറാണ് പതിവ്. കാരണം അതിൽ നിന്ന് വരുന്ന മറുപടി എന്നെ വേദനിപ്പിക്കും എന്ന് തോന്നിക്കഴിഞ്ഞാൽ, അങ്ങനെ ഒരു ഫീൽ എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഐ സ്റ്റോപ്പ് ദാറ്റ് കോൺവെർസേഷൻ. പകരം എന്ത് പറയാം, നിങ്ങൾ എല്ലാവരും ഇന്ന് ഒരുപോലെ ആയിട്ടുണ്ട്, നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ വി ഫീൽ ബെറ്റർ. അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. നമ്മൾ എപ്പോഴും ബെറ്റർ ആയിട്ടുള്ള ഒരു ഫീലിങ്സിലൂടെ കടന്നു പോകണമെങ്കിൽ ചില സമയങ്ങളിൽ നമുക്ക് അവിടെ സൈലന്റ് മോഡിൽ ഇരിക്കുന്നതാണ് നല്ലത്. പകരം നമ്മളത് ചോദ്യം ചെയ്യുമ്പോൾ അവർ പറയണം അയ്യോ മറന്നുപോയി കേട്ടോ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് സങ്കടം വരും. കാരണം അവരെല്ലാവരും ഒരുമിച്ച് ഒരേ കളറിൽ വരണമെങ്കിൽ ദർ ഈസ് എ കമ്മ്യൂണിക്കേഷൻ ഹാപ്പൻ ഓൾറെഡി. അവരെല്ലാവരും അതിലൊരു തീരുമാനമെടുത്ത് പരസ്പരം സംസാരിച്ച് തീരുമാനമെടുത്തതാണ്. അപ്പൊ നമ്മോട് പറയാൻ മറന്നിട്ടുണ്ടെങ്കിൽ അതിനെ റെസ്പെക്ട് ചെയ്യാം. മറന്നതല്ല, പലപ്പോഴും നമ്മളോട് സംസാരിക്കാൻ അവർക്ക് താല്പര്യമില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ റെസ്പെക്ട് ചെയ്യുക, അവരുടെ ആ ഡിസിഷന് റെസ്പെക്ട് കൊടുക്കുക എന്നർത്ഥം. അത് റെസ്പെക്ട് ചെയ്യുമ്പോൾ വി ഫീൽ ബെറ്റർ. എന്തിനാന്ന് ചോദിച്ചാൽ നമുക്ക് സമാധാനത്തോടെയും ശാന്തമായിട്ട് ഇരിക്കാൻ പറ്റും. ഇനി നാലാമതായിട്ടുള്ള മറ്റൊരു കാര്യം, പിന്നെ ഇത് ഒരു ട്രൂ സൈൻ ഓഫ് ഫീലിങ്സ് ആയിരിക്കും കേട്ടോ. എന്ത്, നമ്മെ മറന്നുപോയി എന്നുള്ളത്. തിരക്കായിപ്പോയി, അതുകൊണ്ട് ഞാൻ വിട്ടുപോയി കേട്ടോ, ഞാൻ മറന്നുപോയി, ചോദിക്കാൻ മറന്നുപോയി, പറയാൻ മറന്നുപോയി എന്ന് പറയുമ്പോൾ അതൊരു ട്രൂ ഫീലിംഗ് ആണെന്ന് ഓർക്കുക. കാരണം നാം അവർക്ക് ഇമ്പോർട്ടന്റ് ആണെങ്കിൽ അവർ തീർച്ചയായും നമ്മെ വിളിച്ചിരിക്കും, നമ്മോട് പറഞ്ഞിരിക്കും. അപ്പോ നമ്മൾ ഇമ്പോർട്ടന്റ് അല്ല അവർക്ക് എന്ന് തിരിച്ചറിയാനും ആ ഡിസിഷനെ നാം റെസ്പെക്ട് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അവിടെ ചോദ്യം ചെയ്ത് നമ്മെ ബുദ്ധിമുട്ടിക്കാക്കുന്ന രീതിയിൽ, നമ്മുടെ ബന്ധങ്ങളിൽ ബുദ്ധിമുട്ടാക്കുന്ന രീതിയിൽ നാം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് നമ്മെ ഏറെ ബുദ്ധിമുട്ടിക്കും. അവർക്കതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് കൂടി ഓർക്കണം. നമ്മളോട് പറഞ്ഞിട്ടില്ലെങ്കിൽ ചില സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചില്ല, അയ്യോ ഞാനത് പറയാൻ വിട്ടുപോയതാണ് കേട്ടോ. ഓക്കെ, ആക്സെപ്റ്റ് ദാറ്റ് സിറ്റുവേഷൻ. കാരണം നാം അത്ര ഇമ്പോർട്ടന്റ് അല്ല എന്ന് തിരിച്ചറിയുക. എന്ന് പറഞ്ഞതിന് റിവെഞ്ച് എടുക്കുന്നതിന് പകരം ഈ സമയത്ത് ഞാൻ അവിടെ ആയിരിക്കണം, ഇന്ന രീതിയിൽ ആയിരിക്കണം എന്ന് യൂണിവേഴ്സിന്റെ തീരുമാനമുണ്ട്. അത് പ്രകാരം മാത്രമേ അത് നടക്കുകയുള്ളൂ. അപ്പൊ ആ സിറ്റുവേഷനെ നാം സ്വീകരിക്കുക. വളരെ അടുത്തുള്ള ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, വളരെ അടുത്തുള്ള ഒരു ബന്ധു ഒരു ഫംഗ്ഷൻ നടത്തുന്നുണ്ടായിരുന്നു. ആ ഫംഗ്ഷൻ നടത്തുന്ന സമയത്ത് ഞാൻ മാത്രമാണ് ഇപ്പൊ ഇവിടെ ദൂരെ ഉള്ളത്. അവരെന്നോട് മാത്രം പറയാം, വളരെ വളരെ അടുത്തുള്ള റിലേഷനാണ്, എന്നോട് മാത്രം പറയാൻ മറന്നുപോയി. പക്ഷെ ഞാനിത് ഫേസ്ബുക്കിലൂടെ അവരുടെ സ്റ്റാറ്റസിലൂടെയാണ് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നടന്നതായിട്ട് ഞാൻ അറിഞ്ഞത്. എന്റെ വീട്ടിലുള്ളവരും പോയിട്ടുണ്ട്, എല്ലാവരോടും പോയിട്ടുണ്ട്, ഞാൻ അറിഞ്ഞില്ല. അപ്പൊ ഞാൻ ഉടനെ എനിക്ക് വല്ലാത്തൊരു ഫീലിങ്സ്, വല്ലാത്ത സങ്കടം തോന്നി. അയ്യോ എന്നോട് പറഞ്ഞില്ലല്ലോ എന്നൊരു സങ്കടം തോന്നിയപ്പോൾ ആർക്കാണ് ബുദ്ധിമുട്ടുണ്ടായതെന്ന് എനിക്ക് തിരിച്ചറിഞ്ഞു, എനിക്ക് മാത്രം. അതിനെ തുടർന്ന് അന്നത്തെ ദിവസം മുഴുവൻ പോയി എന്നുള്ളത്. കാരണം ഈ ഒരു സങ്കടത്തോട് കൂടിയിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. പക്ഷെ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് ആർക്ക് മാത്രമേ വന്നുള്ളൂ? അവര് മറന്നുപോയി, അവർക്ക് അതൊരു വിഷയമേ ആയിരുന്നില്ല. പക്ഷെ ഇതിനെ തുടർന്ന് ഞാൻ അതിനെ ചേസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടും എന്റെ അന്നത്തെ ജോലിയെ പോലും അത് ബാധിക്കുകയും ചെയ്തു. പിന്നീട് ഒരു ദിവസം ഞാൻ ആ സമയത്ത് നമ്മൾ ഒരു പക്ഷെ അതിനെ ചോദ്യം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പോലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, നമ്മുടെ ഫീലിങ്സിൽ മാറ്റം വരും. നമ്മൾ വല്ലാതെ ഇമോഷണൽ ആവും, നമ്മൾ വല്ലാതെ ടെൻഷൻ ആവും, നമ്മൾ വല്ലാതെ ദേഷ്യപ്പെടും.
നമ്മൾ വല്ലാതെ ഫീൽ ചെയ്ത് നമ്മുടെ ദിവസം പോലും കളയും. അത് നമ്മുടെ ബോഡിയെ മാത്രമല്ല, നമ്മെ മനസ്സിനെയും അത് വല്ലാതെ ബാധിക്കും. അപ്പൊ ഒരിക്കലും ഇമോഷന്റെ പുറത്ത് ചോദ്യം ചെയ്യൽ നാം ശ്രമിക്കാതിരിക്കുകയാണ് നല്ലത്. നമുക്കത് സങ്കടം തോന്നിയെങ്കിൽ ആക്സെപ്റ്റ് ദാറ്റ് സിറ്റുവേഷൻ. കാരണം ആ സമയം അവിടെ ആയിരിക്കുക എന്നുള്ളത് യൂണിവേഴ്സിന്റെ തീരുമാനമാണ്. അവിടെ ആയിരിക്കണമെങ്കിൽ എനിക്ക് അതിന്റെ ഇൻവിറ്റേഷൻ തീർച്ചയായും കിട്ടിയിരിക്കും. സോ ദാറ്റ് ഇസ് ദ ഡിസിഷൻ. ചിലപ്പോൾ അതൊരു പ്രൊട്ടക്ഷൻ ആകാം. ഒരു പക്ഷെ ആ യാത്രക്കിടയിൽ എനിക്ക് എന്തെങ്കിലും സംഭവിക്കാനുണ്ടെങ്കിൽ അത് മുൻകൂട്ടി യൂണിവേഴ്സ് അറിഞ്ഞതുകൊണ്ട് അവർക്കൊരു മറവി വരുത്തുകയാണെങ്കിലോ, അവിടെയാണ് നാം പറയുന്നത് അതിനെ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളത്. അതിനെ ചോദ്യം ചെയ്യാതിരിക്കുക. മറിച്ച് നാം കുറച്ചുകൂടി കൂളായിട്ടിരിക്കുമ്പോൾ, ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ, നമ്മുടെ ഫീലിങ്സിനെ, ഇമോഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റി എന്ന് തോന്നുമ്പോൾ മാത്രം നിങ്ങൾക്ക് അവരോട് ചോദിക്കാം, എന്തുകൊണ്ടാണ് എന്നെ മറന്നുപോയത് എന്ന് നമുക്ക് വളരെ സന്തോഷത്തോടു കൂടി കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു മനസ്സോടുകൂടി ചോദിക്കുമ്പോൾ കിട്ടുന്ന മറുപടി എന്ത് തന്നെയാണെങ്കിലും അതിനെ പൂർണ്ണമായും സ്വീകരിക്കാനും ആക്സെപ്റ്റ് ചെയ്യാനും നമുക്ക് പറ്റും. ഇനി നാലാമതായിട്ട് പറയുന്നത് ദേ ഫ്രീക്വന്റ്ലി ഇന്ററപ്റ്റ് യു എന്ന് പറയാറുണ്ട്. അതായത് ഒരു നമ്മളെ ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ഒരുപാട് പേര് കൂടി നിൽക്കുന്ന സമയത്ത് നമ്മൾ ഒരു ഡിസ്കഷൻ ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വിചാരിക്കാം. നമ്മൾ ഒരു അഭിപ്രായം പറയുമ്പോൾ അവര് ഒരു 3-4 പ്രാവശ്യം നമ്മൾ അഭിപ്രായം പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ അഭിപ്രായത്തെ മാത്രം വിരൽ ചൂണ്ടി അത് ശരിയാവില്ല, ഇത് ശരിയാവില്ല, ആ തീരുമാനം തെറ്റാണ്, അത് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് നിരന്തരമായ ഒരു കോൺവെർസേഷനിൽ നമ്മെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ they don't like you, respect that situation or respect that decision of that person. അവർക്ക് നിങ്ങളുടെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെ തീരെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എന്നർത്ഥം. അവിടെയും ഗിവ് റെസ്പെക്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ റെസ്പെക്ട് കൊടുക്കുമ്പോൾ ഓക്കെ നിങ്ങൾ എന്നെ ടാർഗറ്റ് ചെയ്യുന്നു എങ്കിൽ ജസ്റ്റ് റിമെയിൻ സൈലന്റ്. എപ്പോഴും പറയുന്നത് ഒരു സേക്രഡ് പോസ് നൽകുക. നമ്മുടെ താല്പര്യങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായങ്ങൾക്ക് വിലയില്ലാത്തടത്ത് സൈലന്റ് മോഡാണ് ഏറ്റവും നല്ലത്. അവിടെ ചോദ്യം ചെയ്യാതിരിക്കുക. ഇത് നമ്മെ വളരെ കൂളായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നമുക്ക് മനസ്സിലാവും അവർക്ക് നമ്മുടെ താല്പര്യം, നമ്മുടെ സംസാരങ്ങളിലോ നമ്മുടെ അഭിപ്രായങ്ങളിലോ താല്പര്യമില്ലെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് ക്വിറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടി അതെടുക്കുക. അത് വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് കൂടി വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കാനുള്ള ഒരു അവസ്ഥയും കൂടി പരിഗണിക്കുക എന്നർത്ഥം. ഈ 4 എണ്ണവും നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് നിങ്ങൾ പകർത്താൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മെ ബുദ്ധിമുട്ടിക്കുന്ന അല്ലെങ്കിൽ നമ്മെ ഇഷ്ടപ്പെടാത്ത, നമ്മളോട് സംവദിക്കാൻ താല്പര്യമില്ലാത്ത വ്യക്തികളെ പോലും നമുക്ക് ഫോർഗീവ്നെസ് നൽകിക്കൊണ്ട് അവരുടെ ആ തീരുമാനത്തെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് നമുക്ക് കൂളായി നമ്മുടെ ഫീലിങ്സിനെ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകാനാകും. ഇത് നമുക്കേറെ സന്തോഷവും സമാധാനം നൽകുക മാത്രമല്ല, നമുക്ക് ആ വ്യക്തിയെ ഉൾക്കൊള്ളാനും അവരെ സ്വീകരിക്കാനും അവരെന്ത് തന്നെ ആയാലും അവരെ റെസ്പെക്ട് ചെയ്യാൻ സാധിക്കും. കാരണം അവരും ഈ ലോകത്ത് ജീവിക്കാൻ അർഹതപ്പെട്ടവരാണ്. അവരുടെ ഉള്ളിലും യൂണിവേഴ്സ് ഉണ്ട് എന്ന് തിരിച്ചറിയാൻ നമുക്ക് വളരെ എളുപ്പമുള്ള ഒരു അവസ്ഥയിലൂടെ കടക്കുവാൻ സാധിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ വ്യക്തിയോട് സഹാനുഭൂതിയോടുകൂടി, ഇനി അതൊന്നും സാധിച്ചിട്ടില്ലെങ്കിൽ സഹാനുഭൂതിയും തോന്നില്ല, അവരോട് ദേഷ്യവും തോന്നില്ല എന്നുണ്ടെങ്കിൽ അവരെ അങ്ങ് വിട്ടുകളയുക. അവരെ അവരുടെ രീതിയിൽ ജീവിക്കാൻ അനുവദിക്കുക. നമ്മുടെ കുട്ടികളിൽ ഇത്തരം സൈനുകൾ കാണുമ്പോൾ അവരെ സ്നേഹത്തോടുകൂടി എമ്പതിയോടുകൂടി ചേർത്ത് പിടിക്കുക. കാരണം അപ്പോൾ മാത്രമേ അവർക്ക് നമ്മളോട് സംവദിക്കാനുള്ളൊരു സ്പേസ് കൊടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇത്തരത്തിൽ നാം ഒരു വ്യക്തിയെ പ്രൊട്ടക്ട് ചെയ്യുമ്പോൾ, അവരെ റെസ്പെക്ട് ചെയ്യുമ്പോൾ അവർ നമ്മളിലേക്ക് അടുക്കും. തീർച്ചയാണ്, സ്വാഭാവികമായിട്ടും ഇത് അനുഭവത്തിലൂടെ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. ഇത് അനുഭവത്തിലൂടെ മനസ്സിലാക്കിയപ്പോൾ പിന്നീടുള്ള ഓരോ വ്യക്തികളും അവരെന്ത് തന്നെ നമ്മളോട് വെറുപ്പോ ദേഷ്യമോ നമ്മളോട് ഇഷ്ടക്കേട് കാണിച്ചാൽ പോലും അവരെ അതേ രീതിയിൽ ഉൾക്കൊള്ളാൻ, അത് അവർക്ക് കിട്ടിയ ഏറ്റവും നല്ല ഒരു അവരുടെ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് അവർ പെരുമാറുന്നത് എന്ന് കൂടി നാം മനസ്സിലാക്കി കഴിയുമ്പോൾ അവരെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കും. ഇതുകൊണ്ടുള്ള ഏറ്റവും ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ നാം പഠിക്കും. ആ വ്യക്തി എന്ത് എന്നുള്ളതല്ല, വ്യക്തികൾ എന്ത് തന്നെയാണെങ്കിലും എന്നെ ഹാപ്പിയാക്കാൻ, എന്റെ സെൽഫ് ലവോടുകൂടി എന്റെ ഇമോഷൻസിനെ എനിക്ക് ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ മാറ്റി നിർത്തി എനിക്ക് കൂടുതൽ സന്തോഷവും സമാധാനവും നൽകാൻ
സാധിക്കുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നു പോകാൻ പ്രകൃതി വഴിയൊരുക്കും. ഇത്തരം സൈൻ ബോർഡുകളെ കണ്ടാൽ തിരിച്ചറിയുക. ഫസ്റ്റ് ചെയ്യേണ്ടത് ഇത്ര മാത്രം: ഗീവ് റെസ്പെക്ട് ഫോർ ദം. അവരെ റെസ്പെക്ട് ചെയ്യുക. ഹാവ് എംപതി. അവരപ്പൊ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയെ മനസ്സിലാക്കുക. അവസ്ഥയെ നമുക്ക് മനസ്സിലായില്ലെങ്കിൽ അവരത്തരത്തിൽ പെരുമാറാനിടയായ അവരുടെ അറിവിനെ ബഹുമാനിക്കുക. കൂടുതൽ അറിവ് ലഭിക്കുമ്പോൾ അവർ ഇതിലും നല്ല രീതിയിൽ പെരുമാറും എന്ന് മനസ്സിലാക്കി നമ്മുടെ ഫീലിങ്സിനെ കൺട്രോൾ ചെയ്യാൻ മുന്നോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, ഇത്തരം സൈൻ ബോർഡുകളെ വ്യക്തതയോടുകൂടി, പ്രത്യേകിച്ച് വീടുകളിൽ ഒരുപാട് ശ്രദ്ധയോടുകൂടി ഒബ്സർവ് ചെയ്തുകൊണ്ട് നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ. ഒരു എമ്പതിയോടുകൂടി അവർക്ക് നൽകേണ്ട റെസ്പെക്ട് കൊടുത്തുകൊണ്ട് നമുക്ക് അവരെ സ്വീകരിക്കാൻ സാധിക്കട്ടെ എന്ന് സർവേശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട്, ഐ ബ്ലസ് യു ഓൾ, ഐ താങ്ക് യു ഓൾ ആൻഡ് ഐ ലവ് യു ഓൾ. ഗുഡ് ഡേ. ഓക്കെ സിന്ധു മാം, പ്രവീണ മാം, താങ്ക് യു സോ മച്ച്. ഓക്കെ, നമുക്ക് ഈ ഒരു സെഷന്റെ ഫീഡ്ബാക്കിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നലെ നമ്മളൊരു കാര്യം പറഞ്ഞ ഫീഡ്ബാക്കിന് ഞാൻ ആരെയും മുന്നിട്ട് വിളിക്കുന്നില്ല. അപ്പൊ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ യൂട്ടിലൈസ്. ഓക്കെ, സിന്ധു മാം ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. then ഇതുപോലെ എല്ലാവരും ഹാൻഡ് റൈസ് ചെയ്ത് മുന്നോട്ട് വരിക കേട്ടോ. നിങ്ങൾക്ക് കിട്ടിയിട്ടൊരു അവസരം അത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ സിന്ധു മാം. ഹായ് പ്രവീണ മാം, ഗുഡ് മോർണിംഗ്. മാജിക് മോർണിംഗ്. നല്ലൊരു സെക്ഷനാണ് എടുത്തത്. മാം ഇത് പറഞ്ഞപ്പോ ഞാൻ ഒരു കാര്യം ആലോചിക്കാണ്. ഞങ്ങളെ വീട്ടില് 1-ാം തീയതി ഒരു ഇനാഗ്രേഷൻ നടക്കുന്നുണ്ട്. ഹസ്ബൻഡിന്റെ അനിയന്റെ മോളെ ഭർത്താവും അവളും കൂടി ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഡ്രൈ ക്ലീൻ്റെ ഒരു ഷോപ്പ് തുടങ്ങുക. അപ്പൊ അത് 1-ാം തീയതി എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞിട്ടില്ല. ഇവിടെ എല്ലാവരും അറിഞ്ഞിരിക്കുന്നു, എന്നോട് മാത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ മിഞ്ഞാന്ന് ഇവിടെ വന്നപ്പോ അവള് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴും ഞാൻ അവിടെ ഇരിക്കുന്നുണ്ട്, എന്നോട് പറയണില്ല 1-ാം തീയതി പരിപാടി എന്നിട്ട് എല്ലാരും കൂടി വരണം. അപ്പൊ എന്റെ മുഖത്തൊക്കെ ഞാൻ പറഞ്ഞു, ഞാൻ വരില്ല, എന്നോട് പറഞ്ഞിട്ടില്ല. ഇവിടെ എല്ലാരോടും അറിഞ്ഞില്ല, എല്ലാരും അറിഞ്ഞിരിക്കുന്നു, ഞാൻ മാത്രം അറിയാത്തുള്ളൂ, അതുകൊണ്ട് ഞാൻ വരില്ല പറഞ്ഞു. അപ്പൊ ഓളിനോട്, എന്താ വല്യമ്മ, ഞാൻ പറയാൻ വിട്ടാൻ വന്നപ്പോ വല്യമ്മേനെ കണ്ടില്ല, അങ്ങനൊന്നും തോന്നല്ല, വരണ കേട്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഇന്റെ അടുത്ത് ലെറ്റർ തന്നു. അപ്പൊ ഞാൻ പറയാൻ വെറുതെ പറഞ്ഞതാടി, എന്തായാലും വരാതിരിക്കില്ല, വരും, ഇവിടെ എല്ലാരും അറിഞ്ഞതല്ലേ, ഞാൻ വരും എന്ന് പറഞ്ഞു. അപ്പൊ മാം ഇത് പറഞ്ഞപ്പോ പെട്ടെന്ന് ഞാൻ അത് ആലോചിച്ചതാട്ടാ. സത്യമാണ്. കാരണം അതുപോലെ തന്നെ നമ്മള് മറ്റുള്ളവരിങ്ങനെ ഒഴിഞ്ഞു മാറി പോകുമ്പോഴൊക്കെ നമുക്ക് തോന്നണ കാര്യങ്ങൾ ഇപ്പൊ മാം പറഞ്ഞത് കംപ്ലീറ്റും. അപ്പോ എന്തായാലും നല്ലൊരു ക്ലാസ് ആയിരുന്നു. അനുഭവത്തിലൂടെ തന്നെ ഓരോ കാര്യങ്ങൾ നമുക്ക് എന്താ പറയാ, നമ്മളെ അനുഭവത്തിൽ വരുന്ന ഓരോ കാര്യങ്ങൾ തന്നെ മാം ഇപ്പൊ പറഞ്ഞൊക്കെ. അപ്പൊ എന്നും സർവ്വസാധാരണമായി നടക്കണ കാര്യങ്ങള്. അപ്പൊ എന്തായാലും നല്ല ക്ലാസ് ആയിരുന്നു മാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. സിന്ധു മാം ഇത് പറഞ്ഞപ്പോ ഒരുപക്ഷെ സിന്ധു മാമിന്റെ മനസ്സിൽ ഇപ്പോഴും ആ സങ്കടം ഉള്ളത് കൊണ്ടാണ് സിന്ധു മാം ഈ കറക്റ്റ് ടൈമിൽ അത് പറയാൻ തോന്നിയത്. അത് ഹീല് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതിന്റെ ഒരു സൈൻ ബോർഡ് കൂടിയാണത്. അതിന്റെ ഇപ്പോഴും ഉള്ളിൽ എല്ലാവരും സിനിമ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിച്ചോ, എല്ലാവരും അറിഞ്ഞു, എന്നോട് മാത്രം പറഞ്ഞില്ല. ഇതാണ് സൈൻ ബോർഡ്. ഇതൊരു സൈൻ ബോർഡാണ് ഇത് പറയുന്നത്. ആ വ്യക്തി ഇപ്പോഴും ഹീല് ചെയ്യപ്പെട്ടിട്ടില്ല എന്നർത്ഥം. ഇവിടെ നമുക്ക് വീണ്ടും നമ്മെ ഹീൽ ചെയ്യാൻ ഒരു ഗുണം എന്ന് പറയുന്നത്, ലൂയി ഹേ പറഞ്ഞൊരു സെന്റൻസ് നമ്മൾ എപ്പോഴും പ്രയോഗിക്കുക. കാരണം ഞാൻ എന്റെ ജീവിതത്തിൽ എപ്പോഴും ചില സമയത്ത് ഒരു ബുദ്ധിമുട്ടുള്ള അവസ്ഥയിൽ പോലും പറയുന്നൊരു കാര്യം, അപ്പോഴും കിട്ടുന്ന ഒരു ശക്തിയും ഒരു അനുഗ്രഹവും നമുക്ക് ലഭിക്കും. ആ സെന്റൻസ് ഇങ്ങനെയാണ്: ഐ ആം ഇൻ ദ റൈറ്റ് പ്ലേസ്, ദിസ് ഇസ് ദ റൈറ്റ് ടൈം, ഐ ആം ഇൻ ദ റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം ഡൂയിങ് ദ റൈറ്റ് തിങ്. ഇതാണ് അതിന്റെ കറക്റ്റ് സമയം. എല്ലാവരോടും പറഞ്ഞു, പക്ഷെ യൂണിവേഴ്സ് തീരുമാനിച്ചിരിക്കുന്നത് ചിലപ്പോ ഇതായിരിക്കും. ഇപ്പോ ഞാൻ കേട്ടു. നമുക്ക് അവിടെ പറയാം, തീർച്ചയായിട്ടും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷെ അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ നമ്മുടെ മനസ്സിൽ നിന്ന് ആ ഭാരം ഇറങ്ങി പോയിട്ടില്ല. അപ്പൊ യൂണിവേഴ്സിനോട് മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ച് പറയുക, ദിസ് ഇസ് ദ റൈറ്റ് ടൈം. ഇപ്പോഴായിരിക്കാം ഒരു പക്ഷെ ഞാനിത് കേൾക്കണം. ദിസ് ഇസ് ദ റൈറ്റ് ടൈം, ഐ ആം ദ റൈറ്റ് പ്ലേസ് ഡൂയിങ് ദ റൈറ്റ് തിങ്. ഇവിടെ ചില സമയത്ത് നമുക്ക് ചില അബദ്ധങ്ങൾ പറ്റുമ്പോൾ അപ്പൊ നമ്മളിതൊന്ന് പറഞ്ഞു നോക്കിക്കേ, ഇത് അബദ്ധമല്ല, ഇത് ഇപ്പോ നടക്കേണ്ടത്, ഞാൻ കറക്റ്റ് ആയിട്ടുള്ള സമയത്താണ്, പക്ഷെ അത് അങ്ങനെയായി, ഇത് ഇസ് എ ഓപ്പർച്യൂണിറ്റി. അപ്പൊ എനിക്ക് ഇവിടെ ഇത് പഠിക്കാം, ഇതിനെന്തോ പഠിക്കാനുണ്ട് എന്ന് പറഞ്ഞു നോക്കൂ. നമ്മൾ കൂളാവും. ആ വ്യക്തി എന്തോ എന്നുള്ളത് നമ്മൾ നോക്കുക വേണ്ട. അങ്ങനെ പറയുമ്പോൾ ഓക്കെ, ഈശ്വരൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, ഞാൻ സ്വീകരിക്കുന്നു, ഞാനത് പറഞ്ഞു, ഓക്കെ,
അപ്പൊ ആ കുട്ടി അത് മനസ്സിലാക്കുന്നെങ്കിൽ മനസ്സിലാക്കട്ടെ. അപ്പൊ അടുത്ത പ്രാവശ്യം പറയുമ്പോൾ ചിലപ്പോൾ ആദ്യം സിന്ധു മാമിനോടായിരിക്കും വന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കൂളാണ്. ഇത് ഞാൻ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതാണ്. ഈ സൈൻ ബോർഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്മളിലുള്ള സൈൻ ബോർഡുകളും തിരിച്ചറിയാൻ പറ്റും. ഞാൻ ഹീൽ ചെയ്യപ്പെട്ടിട്ടില്ല. ഇങ്ങനെ നമുക്ക് ഓരോ വ്യക്തികളെയും മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഓരോ സിറ്റുവേഷൻ നമ്മൾ എങ്ങനെയാണ് അത് സ്വീകരിക്കുക എന്നുള്ളത്. എന്നിട്ട് ഓർ മനസ്സ് ഐ ബ്ലസ് ദാറ്റ് പേഴ്സൺ, ഇറ്റ്സ് ഓക്കെ. പലപ്പോഴും ഡ്രൈവിംഗിൽ ഞാൻ ഉപയോഗിക്കുന്ന കാര്യമാണ് കേട്ടോ. ചില സമയത്ത് ഒരു ടെൻഷൻ വരുന്ന സമയത്ത് അവർ വെറുതെ ഹോൺ അടിച്ച് ഒന്ന് ഓവർടേക്ക് ചെയ്ത് പോകുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഫീൽ ചെയ്യും. പെട്ടെന്ന് അപ്പൊ സമയം നമ്മൾ എന്താ പറയും, ഒരു പോക്ക് കണ്ടത് പെട്ടെന്ന് നമ്മൾ പറയുമ്പോൾ ഇത് കാരണം എന്റെ ബോഡിയാണ് ബുദ്ധിമുട്ട് വരുന്നത്. ഐ ബ്ലസ് യുവർ ജേർണിന്ന് ഞാനങ്ങ് പറഞ്ഞേക്കും, ഞാനങ്ങ് കൂളാവും. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ സൈൻ ബോർഡ് കണ്ട് നമ്മളെ ഹീൽ ചെയ്യാനുള്ള ഒരു ടെക്നിക്കായിട്ടാണ് ഇപ്പൊ ഞാനിത് ഉപയോഗിക്കുന്നത്. ഒന്ന് പ്രയോഗിച്ച് നോക്കൂ, മാജിക് നിങ്ങൾക്ക് മനസ്സിലാവും. ബിക്കോസ് ഐ ആം ഫീലിംഗ് ദാറ്റ്. താങ്ക് യു സിന്ധു മാം ഫോർ ദ ഗ്രേറ്റ് ഷെയറിംഗ്. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആരാ വരുന്നേ? ഒരു കാര്യം പറയട്ടെ ഗോപിക, ഇന്നലെ സേഫ് സാറ് പറഞ്ഞതുപോലെ എല്ലാവരും ഒന്ന് മുന്നോട്ട് വരിക കേട്ടാ. ഹാൻഡ് റൈസ് ചെയ്ത് എല്ലാരും മുന്നോട്ട് വന്നിട്ട് പറയണം. ആരും വിളിക്കാനുള്ളൊരു സാഹചര്യം കൊടുക്കുക. ഇത് നിങ്ങളുടെ അവസരമാണ്. നിങ്ങള് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. എല്ലാരും മുന്നോട്ട് വരിക. ഓക്കെ. ഓക്കെ, പ്രീത മാം. Good morning, Pravina ma'am. ഗുഡ് മോർണിംഗ്. Magic morning all. മാം നല്ലൊരു ക്ലാസ്. എന്തായാലും നമുക്ക് വേറെ എനിക്ക് ഇതിൽ കൂടുതലായിട്ടൊന്നും പറയാനില്ല എന്ന് പറയുന്നത്, നമ്മുടെ ബി മാജിക് എന്ന് പറയുന്നത് ഒരു ശരിക്കും ഒരു മാജിക് തന്നെയാണ് മാം. നമുക്ക് നമ്മൾ സ്ഥിരമായിട്ട് കാണിക്കേണ്ട അല്ലെങ്കിൽ സ്ഥിരമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് ഇത് കിട്ടുന്നത്. ഇത് ഒരുപാട് നമ്മുടെ മൈൻഡിലേക്ക് എന്താന്ന് പറയുന്നത് ആ ഒരു ദിവസത്തെ മാത്രമല്ല, നമ്മുടെ ജീവിതയാത്രയിൽ സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങളാണ് നമുക്കിത് ഇത്രയും സിമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു കമ്മ്യൂണിറ്റിന്ന് കിട്ടുന്നത് എന്നുള്ളത് മറ്റുള്ള ആളുകൾ മനസ്സിലാക്കുന്നില്ല. അപ്പൊ ഇന്നലെ സേഫ് സാർ പറഞ്ഞതാണ് നിങ്ങൾക്ക് ഫീഡ്ബാക്ക് പറയുന്ന പുതിയ ആളുകൾ വരണം, ഹാൻഡ് റൈസ് ചെയ്യണം എന്നൊക്കെ അത് പറഞ്ഞത്. പക്ഷെ ആരും കണ്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഹാൻഡ് റൈസ് ചെയ്തത്. എന്തായാലും മാം വളരെ നല്ലൊരു ക്ലാസ്. നമ്മുടെ ബി മാജിക്കിന് തന്നെ ഒരുപാട് നന്ദി പറഞ്ഞു. താങ്ക് യു സോ മച്ച്. വെൽക്കം പ്രീത. പ്രീത പറഞ്ഞതല്ലേ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നേരത്തെ കണ്ടു സിന്ധു മാം അത് ഓപ്പൺ ആയിട്ട് ഷെയർ ചെയ്തപ്പോ അതോടുകൂടി സിന്ധു മാം അത് ഹീലായിട്ടുണ്ടാവും. അപ്പൊ അതിന് വേണ്ട അറിവും സിന്ധു മാമിന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ ഞാൻ ചെയ്തത് എനിക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റി. ഇതോട് കൂടിയിട്ട് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു അനുഗ്രഹം കൂടിയാണ്. അതുകൊണ്ട് തിരിച്ചറിഞ്ഞ് എല്ലാവരും മുന്നോട്ട് വരും. ഓക്കെ, ഉണ്ണികൃഷ്ണൻ സർ. മാജിക് ഗുഡ് മോർണിംഗ് മാം. എന്തായാലും ഇന്നത്തെ ഒരു നല്ലൊരു ക്ലാസ് ആയിരുന്നു. നമ്മൾ പല സ്ഥലങ്ങളിലും അവോയ്ഡ് ചെയ്യുന്ന ഒരു സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെ ഇങ്ങനൊരു ഉണ്ടാവും എന്നുള്ള കാര്യം മാമിന്റെ ക്ലാസ്സിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. പല സ്ഥലങ്ങളിലും നമുക്ക് വേദനാജനകമായ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് പിന്നെ ബന്ധങ്ങളിലായാലും മറ്റുള്ള ഒരു ഫംഗ്ഷനിലൊക്കെ പോകുമ്പോൾ അനുഭവപ്പെട്ടിട്ടുണ്ട്. എന്തായാലും അത് ഇത്തരത്തില് നമുക്ക് ലഭ്യമാക്കിയിട്ട് നല്ലൊരു വിശകലനം ചെയ്തു തന്ന മാമിനും ഈ ബി മാജിക്കിനും നല്ലൊരു എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു സോ മച്ച്. മാജിക് മോർണിംഗ് പ്രവീണ മാം. ഗുഡ് മോർണിംഗ്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. കാരണം നമ്മൾ ഈ പറഞ്ഞ സാഹചര്യത്തിൽ കൂടിയൊക്കെ നമ്മൾ പല കാര്യങ്ങളിലൂടെ നമ്മളെ ചിലര് അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരിക്കും, ചിലര് മനഃപൂർവ്വം നമ്മളെ അവോയ്ഡ് ചെയ്യുമായിരിക്കും. അപ്പൊ അങ്ങനത്തെ ആ സാഹചര്യങ്ങളിൽ കൂടിയൊക്കെ കടന്നു പോയിട്ടുണ്ട് നമ്മൾ. മാം പറഞ്ഞ ഈ 4 സൈൻ ബോർഡിൽ കൂടി. പക്ഷെ മാം മുമ്പ് പറഞ്ഞിട്ടുള്ള പല ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അങ്ങനെ ഓരോ വേദനിക്കുന്ന ഓരോ സാഹചര്യം ഉണ്ടാകുമ്പോഴും നമ്മൾ അന്ന് അങ്ങനെ അപ്പം നമുക്ക് ദൈവം ഈശ്വരൻ തീരുമാനിച്ചിട്ടുള്ളൊരു കാര്യം അങ്ങനെയായിരുന്നു എന്നുള്ളത് ഇതിൽ മാത്രം. അപ്പൊ ഇപ്പൊ ഈ ക്ലാസ്സിലും മാം അങ്ങനെ പറഞ്ഞു, നമുക്ക് ആ നിമിഷങ്ങളിൽ അങ്ങനെ ആയിരിക്കാം ഈശ്വരൻ നമുക്ക് ആ ഒരു നിമിഷങ്ങളിൽ തീരുമാനിച്ചിട്ടുള്ളതാണ്. ഇപ്പം മാം പറഞ്ഞിട്ടുള്ള ഞാൻ അങ്ങനെ ഫീഡ്ബാക്ക് അങ്ങനെ എല്ലാ ക്ലാസ്സുകളിലും പറയാറില്ല, എങ്കിലും ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ ഞാൻ എന്റെ ജീവിതത്തിൽ എടുക്കാറ്. മാം പറഞ്ഞിട്ടുള്ള അങ്ങനെയാ ഒരു കാര്യം, ഈശ്വരൻ ഇപ്പോൾ ഇങ്ങനെയായിരിക്കാം തീരുമാനിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മള് അങ്ങനെ ഒരു ചിന്ത നമ്മളിൽ കൂടി പോകുമ്പോൾ ആ വേദന അങ്ങ് മാറും.
അപ്പൊ ഇപ്പോഴും അങ്ങനെയുള്ള ഒരു മാജിക് വേർഡ് മാം പറഞ്ഞു. അപ്പൊ ഇപ്പോഴും ആ മാജിക് വേർഡ് വീണ്ടും മനസ്സിലായത്. അപ്പൊ താങ്ക് യു മാം, താങ്ക് യു. നല്ലൊരു ക്ലാസ് ആയിരുന്നു, നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. അപ്പോൾ ഫീഡ്ബാക്കിന്റെ കാര്യം ഇന്നലെ ഓൾറെഡി സേഫ് സാർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ആരും കമ്പൽ ചെയ്ത് ഫീഡ്ബാക്ക് പറയല്ല. കാരണം ഇന്നത്തെ ക്ലാസ്സിൽ എന്ത് എടുത്തു എന്നുള്ളത് നിങ്ങൾ പറയുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് അത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഒന്നും കൂടി എൻ്റർ ആവാനുള്ള ഒരു കാരണം കൂടിയാണ്. സോ ആ ഒരു ഇതും കൂടെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യാം. ഓക്കെ, ദിവ്യ മാം. ഹലോ, ഓക്കെ, മാജിക് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. എന്റെ ബാറ്ററി കംപ്ലീറ്റ് പോയി 5:5 നോക്കിയപ്പോ. അതുകൊണ്ട് ഞാൻ കുറച്ചു നേരം വൈകി കയറാനായിട്ട്. ഇന്നലെ കുറച്ച് റിലേറ്റീവ്സ് വന്നിട്ടുണ്ടായിരുന്നു. കുറച്ചു നേരം വൈകി ഉറങ്ങിയപ്പോ. അപ്പൊ ഞാൻ കേട്ടു. 6 o'clock തുടങ്ങിയാണ് ഞാൻ കേട്ടത്. പക്ഷെ മാം പറഞ്ഞ കാര്യങ്ങൾ കുറെ എനിക്ക് മനസ്സിലായി. പക്ഷെ എന്റെ ജീവിതത്തിലൂടെ കടന്നു പോയ കാര്യങ്ങളാണ്. ആദ്യം ഞാൻ കുറച്ചൊന്ന് ഇൻട്രോവേർട്ട് ആയിരുന്നു സത്യത്തില്. ആരുടെ അടുത്തും ഞാൻ അധികം അങ്ങനെ സംസാരിക്കാറുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സൊസൈറ്റിയില് എന്താ പറയാ, നമ്മള് സംസാരിക്കാത്തത് കൊണ്ട് തന്നെ അവരും അത്ര ആദ്യം ഒന്ന് കയറി വരും, പിന്നെ മാറി പോവുമായിരുന്നു. ഞാൻ തന്നെ സ്വയം മാറി പോവാനായിട്ട് ശ്രമിക്കുമായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ബിമേച്ചിക്ക് വന്നത് പിന്നെയാണ് എനിക്ക് കുറച്ചും കൂടി എല്ലാവരായിട്ടും മിങ്കിൾ ചെയ്യാനും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടുതൽ എനിക്ക് മനസ്സിലായതെന്ന് വേണം പറയാൻ. അപ്പൊ ആദ്യമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ അവരൊക്കെ എന്നെ എന്തെങ്കിലും കാര്യത്തിന് വിളിക്കാണ്ടാകുമ്പോ ഒക്കെ ഞാൻ വിചാരിക്കും, കണ്ടോ അവര് വിളിച്ചില്ല. മനസ്സിൽ ഭയങ്കര ടെൻഷനായിരുന്നു. ഇപ്പൊ വിളിക്കാതാവുമ്പോ നേരിട്ട് പറയും, നീ എന്നെ വിളിച്ചില്ലല്ലോ, അതുകൊണ്ടല്ലേ ഞാൻ വരാഞ്ഞത്, നേരിട്ട് പറയും. അപ്പൊ ആ ടെൻഷൻ അവിടെ വെച്ച് കഴിഞ്ഞു. ആദ്യം അങ്ങനെയല്ല, മനസ്സിലിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കുമായിരുന്നു, എന്നാലും ഇവൻ എന്നെ വിളിച്ചില്ലല്ലോ എന്നൊക്കെ. അപ്പൊ അതിന്റെ ഒരു ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ട്. എന്താ പറയാ, ബി മാജിക്കിലെ ഓരോ ക്ലാസ്സുകളിലൂടെ, എസ്പെഷ്യലി പ്രവീണ മാമിന്റെ ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോ ആ ഒരു മാറ്റം മനസ്സിലാവുന്നുണ്ട്. താങ്ക് യു സോ മച്ച് പ്രവീണ മാം. താങ്ക് യു. താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ദെൻ ഇനി ആരെങ്കിലും ഫീഡ്ബാക്ക് പറയാൻ റെഡി ആണെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ഞാൻ അല്ലെങ്കിൽ ഒരു കാര്യം പറയട്ടെ ഗോപിക, ഞാൻ എല്ലാ ക്ലാസ്സിലും ഫീഡ്ബാക്ക് പറയും. കാരണം എന്തെന്ന് വെച്ചാ എനിക്കത് പറയാഞ്ഞാ പറ്റില്ല. നമ്മള് ക്ലാസ് എടുക്കുമ്പോ അതൊന്ന് ഏതെങ്കിലും ഒരു വരിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾക്ക് നമ്മൾ ഉൾക്കൊള്ളാൻ പറ്റിയ എന്തെങ്കിലും ഒരു കാര്യം കിട്ടും. അപ്പൊ അതവിടെ പറയാഞ്ഞാ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മുന്നിൽ കയറി പറയണത്. കാരണം ഞാൻ എപ്പോഴും അങ്ങനെ തന്നെയാണ്, എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഞാൻ ഇതിൽ വന്നേ മുതൽക്ക് അങ്ങനെ തന്നെയാണ്. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാവണം ഏതെങ്കിലും ഒരു പോയിന്റ് ആ പറയണതിൽ ഉണ്ടാവും, ഉറപ്പാണ്. ആ പറയണത് നമുക്കൊന്നും ഇവിടെ പറയണോണ്ട് ഇപ്പൊ എന്താ ബുദ്ധിമുട്ട്? ഇപ്പൊ നമ്മളൊരാൾ ഇങ്ങനെ വിളിച്ച് സംസാരിക്കാതെ നമുക്ക് കാര്യങ്ങൾ കണ്ട് പറയാൻ നമുക്ക് തന്നെ തോന്നേണ്ടതാണ്. അത് എന്താ പറയാ, അത് ഓരോരുത്തർക്ക് നമുക്ക് കിട്ടുന്ന ഒരു അവസരമാണിത്. അത് നമ്മള് ഉപയോഗിക്കാഞ്ഞാൽ ശരിയല്ല. അതുപോലെ ഒരനുഭവം കൂടി പറയാണ്. ഫീഡ്ബാക്ക് പറയാൻ ആരും വരാത്തത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തൊരു വീട്, നേരെ ഓപ്പോസിറ്റ് വീട്. ഒരു വീട്ടിലൊരു ഈ പ്രസവത്തിന് കൂട്ടിക്കൊണ്ട് ഇവര് പള്ള കാണാൻ വരുന്ന അങ്ങനത്തെ ഒക്കെ ഒരു പരിപാടി ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു പരിപാടി. എന്നും അവിടുത്തെ കുട്ടികളെ ഇട്ട് ഞങ്ങൾ ഉമ്മർത്ത് വന്നിരിക്കുന്ന ഒരു ചേച്ചി. ഞങ്ങൾ അത്രയും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുന്ന ഒരു ചേച്ചി. പക്ഷെ അവര് വീട്ടിലൊരു ദിവസം പെട്ടെന്ന് കുറെ ആളുകളെ കണ്ടപ്പോ ഞാൻ വീട്ടിൽ പറഞ്ഞു, ഇപ്പൊ നമ്മളെന്നും രാവിലെ ഇറങ്ങി പോണ്, വൈകുന്നേരം കയറി വരുന്നു, നമുക്ക് വേറെ ഒരു ചിന്തകളും ഇല്ല. കാരണം വീട്ടിലെ ജോലി, നമ്മളെ ജോലി, നമുക്ക് വേറെ ഒന്നിനും സമയവും ഇല്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് അവിടെ കുറെ ആൾക്കാരെ കാണണ്ടല്ലോ, ആ കുട്ടിയൊക്കെ പ്രസവിച്ച എന്താണ് അവിടെ പരിപാടി എന്നൊന്നും മനസ്സിലാവണില്ല. അന്ന് വൈകുന്നേരം കണ്ടിക്കിന് ഇവര് ഒരു പൊതിക്കകത്ത് ലഡു അതും ഇതൊക്കെ ആയിട്ട് കുറച്ച് പലഹാരങ്ങള് എന്റെ തൊട്ട ഇളയച്ചന് വീട്ടിൽ കൊണ്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വന്നപ്പോ അവൾ എനിക്കത് കൊണ്ടുവന്നപ്പോ ഞാൻ ചോദിച്ചത് എന്തിന്റെ പലഹാരം നമുക്ക് അറിയില്ലല്ലോ, എന്താന്ന് ചോദിച്ചു. അല്ലേ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് അവിടെ പള്ളാണം എല്ലാം എന്തോ ഇരുന്ന് അതിന്റെ പലഹാരം കൊണ്ടുവന്നാ. എനിക്ക് വേണ്ട പറഞ്ഞു, എനിക്ക് വേണ്ട പറഞ്ഞു. അപ്പൊ അവരുടെ മകളുടെ കുട്ടിയോട് നിൽക്കുന്നുണ്ട്. അപ്പൊ തന്നെ എന്റെ ഇളയച്ചി അവളെ വിളിച്ചു പറഞ്ഞു, മോളെ സിന്ധമ്മയ്ക്ക് ഇത് വേണ്ടത്ര, മോള് കൊണ്ടുപോയി പോവാ. എന്താ അമ്മമ്മ, എടുത്തോ, എനിക്ക് വേണ്ട മോളെ, ഇവിടെ ആരും മധുരം കഴിക്കില്ല.
എല്ലാവർക്കും ഷുഗർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനാണ്ട് ഒഴിവാക്കി വിട്ടു. ഇതുവരെ എന്നോട് പിന്നെ ഞങ്ങൾ തമ്മിൽ ഇതുവരെ മിണ്ടിയിട്ടില്ലേട്ടാ. എന്താന്ന് വെച്ചാല് എന്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം പറയട്ടാ. എന്റെ മനസ്സിൽ തോന്നിയത്, ഇത്രയും ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുന്ന ഒരാള്, എന്നും വൈകുന്നേരം കുട്ടികളായിട്ട് ഇവിടെ വന്നിരിക്കുന്ന ഒരാള്, നമ്മൾ തമ്മിൽ അത്രയും കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന ഒരാൾക്ക് അറ്റ്ലീസ്റ്റ് ഒന്ന് നമ്മളിപ്പോ എല്ലാരും വിളിക്കാനുള്ള ഇതില്ലെങ്കിൽ വേണ്ട, വിളിക്കണ്ട, അറ്റ്ലീസ്റ്റ് ഒന്ന് പറഞ്ഞൂടെ, ഇങ്ങനെ നാളെ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്, ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നടക്കുന്നുട്ടാ. ഞാൻ ആരെയും അധികം വിളിച്ചിട്ടില്ല. നമ്മൾ ഒന്ന് രണ്ട് കുറച്ച് നമ്മളെ ബന്ധുക്കളെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ ട്ടാ. പറയണോണ്ട് എന്താ, ഞാനെന്നൊക്കെ പറഞ്ഞ എല്ലാ കാര്യം ഓപ്പൺ ആയിട്ട് പറഞ്ഞ ഒരാളാ. നമ്മളെ മൈൻഡിൽ ഒന്നും ഇരിക്കില്ല. സത്യമാണ്. ഞാൻ ഒരാളെ ഒരു കാര്യം ഒളിച്ചേക്കാത്ത ഒരാളാ. എല്ലാ കാര്യം എല്ലാരോടും പറയും. അങ്ങനത്തെ ഒരു സ്വഭാവം എന്റെ ചെറുപ്പം മുതലേ നമ്മൾ അങ്ങനെയാണ്. പക്ഷെ അത് എന്നെ വല്ലാതെ ഇമോഷണൽ ആക്കി. ഇപ്പോഴും അവരെ കാണുമ്പോൾ എനിക്ക് മിണ്ടാൻ തോന്നുന്നില്ല. സത്യം പറയുന്നത്, എനിക്ക് അത്രയും ദേഷ്യല്ല, സങ്കടമായി പോയി. നമുക്കത് നന്നായി ഫീൽ ചെയ്ത്. പക്ഷെ ഇപ്പൊ ഞാൻ എന്നാലും ഒന്നും കൂടി എനിക്കിങ്ങനെ പിന്നെ പേരക്കുട്ടി അങ്ങോട്ട് പൂണ്ട് കളിക്കും. ഇപ്പൊ എനിക്കിങ്ങനെ തോന്നുകയാണ്, പോട്ടെ, അത് തുറന്നു പറയണം അവരോട് എന്ന്. എനിക്ക് അതാ തോന്നുന്നു, എനിക്കത് അവരോട് പറയണം. അവരറിയണം സംഭവം എന്താണ്, ഞാനത് അവോയ്ഡ് ചെയ്തതിന്റെയും ഞാൻ മിണ്ടാതിരിക്കുന്നതിന്റെയും കാരണം എന്താണെന്ന് അവരറിയണം. എനിക്കത് പറയണം. അതിനൊരു സിറ്റുവേഷൻ കിട്ടാൻ വേണ്ടി ഇരിക്കുക. ഞാൻ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അത് അവരോട് പറയും. ഇന്നൊരു പരിഹാരമായല്ലോ സിന്ധു മാം. സിന്ധു മാം ഇന്ന് പ്രവീണ മാം ഒരു പരിഹാരം എനിക്ക് പറഞ്ഞു പ്രകടന നമുക്ക്. ക്ലാസ് ഒക്കെ കേട്ടപ്പോൾ മുഴുവൻ ഇന്ന് എനിക്കുള്ളതായിരുന്നു. സിന്ധു മാമിന്റെ പേരെഴുതി വെച്ചിട്ടില്ല ഫുഡില്. അപ്പൊ പ്രവീണ മാമിനെ ഫോളോ ചെയ്താൽ മതി. ഇവിടെ വേറൊരു കാര്യമുണ്ട് കേട്ടോ. സിന്ധു മാം ഇത് പറഞ്ഞപ്പോ കണ്ട ഒരു സിറ്റുവേഷൻ കാത്തിരിച്ച് ഒരു നമ്മുടെ ഒരു എന്താ പറയാ വെച്ചാൽ, ഈ ഒരു പവർ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ആ പവർ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ പറയുന്നത്, നമ്മുടെ ഏറ്റവും സ്ട്രെങ്ത് എന്ന് പറയുന്നത്, നമ്മളെ വിളിച്ചെടുത്ത് നമ്മൾ പോവുക, വിളിക്കാത്തടുത്ത് പോകാതിരിക്കുക, അതിനെ ചോദ്യം ചെയ്യാതിരിക്കുക, ലെറ്റ് ദം ലീവ് എന്നാണ് പറയുന്നത്. കാരണം നമുക്കും ഒരു വിലയുണ്ട്. അപ്പൊ അവര് ചിലപ്പം നമ്മളെ അവരെ വീട്ടുകാർ മാത്രം മതി, അത് നമ്മളാണ് ആഗ്രഹിക്കുന്നത്. നമ്മളാണ് അത് ആഗ്രഹിക്കുന്നത്. നമ്മളോട് പറഞ്ഞാൽ എന്താ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവർക്ക് ആ കുഴപ്പമില്ല. അവര് ചിലപ്പോൾ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് വീട്ടുകാർ മാത്രം അടങ്ങുന്നത്. അപ്പൊ പിന്നെ ആരോടും കൂടുതൽ പറയേണ്ടതില്ല എന്നൊരു തോന്നലാണ് അവർ മുന്നോട്ട് പോകുന്നെങ്കിൽ, ഇതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് ആർക്കാ നോക്കും. ഓരോ പ്രാവശ്യവും അവരെ കാണുമ്പോൾ എനിക്ക് സങ്കടവും ദേഷ്യമൊക്കെ വരികയാണ്. ഈ സങ്കടവും ദേഷ്യം വരുമ്പോൾ എന്നെയാണ് ഞാൻ ബ്ലോക്ക് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നന്നായിട്ട് ഇമോഷണൽ ആയിട്ട് നമ്മുടെ ഫീലിങ്സിനെ കൺട്രോൾ ചെയ്യാൻ ഏറ്റവും നല്ല പവർ എന്ന് പറഞ്ഞാൽ അത് അതേപോലെ സ്വീകരിക്കുക. നമ്മുടെ മുന്നിലേക്ക് ഒരു മിഠായി കൊണ്ടുവന്നു എന്നുണ്ടെങ്കിൽ, അവിടെ ചില സമയത്ത് ഹോസ്റ്റൽ അങ്ങനെ ഉണ്ടാവാറുണ്ട്. തൊട്ടടുത്ത റൂമുകളിൽ അവർ ഹാപ്പി ബർത്ത്ഡേക്ക് ഗംഭീരമായിട്ട് അവരുടെ റൂമിൽ വെച്ച് ചിലപ്പോൾ അടുത്ത റൂമിലൊക്കെ വിളിച്ചിട്ടുണ്ടാവും. ഇപ്പൊ എന്നോട് പറഞ്ഞിട്ടുണ്ടാവില്ല. എന്നിട്ട് കേക്ക് പീസായിട്ട് എന്റെ അടുത്ത് വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, അത് എന്താ വിശേഷം, ഹാപ്പി ബർത്ത്ഡേ, അപ്പൊ ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ എന്താ പറയുക, നമ്മളെ വിളിച്ചില്ല എന്നുള്ള സംഭവം നമുക്ക് ഉള്ളിലുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ദാറ്റ്സ് ദ ഡിസിഷൻ ഓഫ് ദ യൂണിവേഴ്സ്. ഞാൻ അതിനൊരു സ്പേസ് ഉണ്ടാക്കിയിട്ടില്ല, അല്ലെങ്കിൽ ഇതാണ് അതിന്റെ തീരുമാനം. അപ്പൊ ഒരു നമ്മുടെ കയ്യിൽ കൊണ്ടുവന്ന് തന്നാൽ ആ സമയം നമുക്കത് തരാൻ അല്ലെങ്കിൽ കിട്ടാൻ യൂണിവേഴ്സ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. നമുക്ക് കഴിക്കാൻ ആഗ്രഹമില്ലെങ്കിൽ അത് സന്തോഷത്തോടു കൂടി, അല്ലെങ്കിൽ സന്തോഷം ഇല്ലെങ്കിലും അതങ്ങ് ഓക്കെ ശരി താങ്ക് യു എന്ന് ചിരിക്കുക. ചിലപ്പോ ആ ചിരി ഒരു നോവായിട്ട് അവർക്ക് അനുഭവപ്പെടും. അത് അവരാണ് സ്വീകരിക്കേണ്ടത്. പക്ഷെ ഇവിടെ കൂളാവാൻ, ശരി എനിക്കൊരു ലഡു കൊടുന്നു തന്നു, ഓക്കെ, കാര്യമൊന്നും പറഞ്ഞില്ല, എനിക്ക് തന്നു, ഞാൻ വാങ്ങി, ആ സമയത്ത് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇതാണ് നമ്മൾ എപ്പോഴും പറയുന്നത്, പരാതി പറയുന്നത്. ഇവിടെ നമ്മൾ പവറുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമ്മുടെ ഇമോഷൻസിൽ, അതാ ഞാൻ പറയും, നാളെ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിക്കേ. നമ്മൾ കൂളായിട്ട് മാറുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചില സമയത്ത് എന്റെ റൂംമേറ്റ് ചില സമയത്ത് എന്നോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാവില്ല. എന്നിട്ട് എന്റെ തൊട്ടപ്പുറത്ത്, ചേച്ചി അറിഞ്ഞില്ല, അങ്ങനെ ഉണ്ടായിരുന്നല്ലോ, ചേച്ചിയോട് പറഞ്ഞില്ല. ചിലപ്പോ അപ്പൊ ഞാൻ പറയും, ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അപ്പോൾ ആ വ്യക്തിയെ കൂട്ടിച്ചേർത്ത് കുറ്റം പറയാതിരിക്കാൻ ശ്രമിക്കും. അയ്യോ എന്നോട് പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ എന്താ പറയാ, അടുത്ത ആൾക്ക് കേൾക്കുമ്പോൾ ഇതൊരു സന്തോഷമാണ്. എന്തിന് അന്നത്തെ സന്തോഷം കൊടുക്കണം, വേണ്ടാന്നേ. അതെയോ, നീ പറഞ്ഞപ്പോഴാണ് കേട്ടോ അറിയുന്നത്. നമ്മൾ കൂളാവും.
നമ്മൾ പിന്നെയും അടുത്ത അയ്യോ എന്നോട് പറഞ്ഞില്ല മോശമായിപ്പോയി, ഇത് കുറ്റപ്പെടുത്താനാണ് വീണ്ടും നമ്മൾ ആ വ്യക്തിയെ കാണുമ്പോൾ ശ്രമിക്കുന്നത്. അത് നമ്മളെയും ബുദ്ധിമുട്ടിക്കും, അവരെയും ബുദ്ധിമുട്ടിക്കും. വേണ്ടാന്നേ, നമ്മളോട് പറഞ്ഞ് നമുക്ക് കേൾക്കാം, എനിക്ക് പോട്ടെ, ലീവ് ഇറ്റ്. നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്തിരിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. കാരണം പ്രാക്ടീസ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് വളരെ ഹാപ്പി ആയിട്ടും, ഞാൻ പറഞ്ഞു ഇതൊരു റെസ്പെക്റ്റ് ആണ്, പറഞ്ഞില്ല ഇറ്റ്സ് ഓക്കെ. എന്നിട്ട് അതിന്റെ പേരിൽ ഒരു മിഠായി കിട്ടി, ഓക്കെ തിന്നാൻ താല്പര്യം തിന്നാൻ, വേണം വേണ്ട വാങ്ങിച്ചു വെക്കുക, അവര് കാണാതെ അത് വേണമെങ്കിൽ ഡിസ്പോസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഹീൽ ചെയ്യാൻ നോക്കുക. ദിസ് ഈസ് ദ റൈറ്റ് ടൈം. ഈശ്വരൻ ഒന്ന് തീരുമാനിച്ചിട്ടുണ്ട്, അവിടെ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ അത് എന്നിലേക്ക് അറിവായിട്ട് വരും, ഇല്ലെങ്കിൽ അതിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് സ്വീകരിക്കാം. കീപ് കാം. കാരണം ഓരോ പ്രാവശ്യം സിന്ധുവൻ പറഞ്ഞ മാതിരി ഒരു സിറ്റുവേഷൻ അങ്ങനെ കാത്തിരിക്കുകയാണ്, പറയണം, എനിക്ക് പറയണം ഒന്ന്. അത് അവിടെയാണ് നമ്മൾ ഇങ്ങനെ, അല്ല അത് ഞാൻ പറഞ്ഞ ഞാനും അതുപോലെ ഒരുപാട് ഫീലിങ്സിലൂടെ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ അറിവുകൾ നമുക്ക് അറിവുകൾ കിട്ടുമ്പോൾ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇറ്റ്സ് ഓക്കെ, കുറച്ച് സമയം കണ്ണടച്ചിരുന്ന് ഓക്കെ ഞാനത് അറിയണമെങ്കിൽ യൂണിവേഴ്സ് എന്നിലേക്ക് ആ വാക്ക് ഏതെങ്കിലും അറിവ് എത്തിച്ചിരിക്കും. ഇല്ലെങ്കിൽ ലീവ് ഇറ്റ്. ഞാനത് അറിയേണ്ടതില്ല, എനിക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഞാൻ അതിലൂടെ ബിസി ആയിട്ട് പോവാ. എന്നെ ഡെവലപ്പ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ, മൂവ് അഹെഡ്, ദാറ്റ്സ് ഓൾ. കാരണം ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതൊക്കെ എനിക്ക് ഒരുപാട് എന്താ പറയാ, ഒരു സമാധാനത്തോടു കൂടി മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ മാം, ഓക്കെ. ഇനി എന്തായാലും പ്രാക്ടീസ് ചെയ്യും. തീർച്ചയായിട്ടും നമുക്ക് നോക്കാനല്ല, നമുക്ക് ഓരോ ദിവസവും ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കുമ്പോഴല്ലേ അറിയാൻ പറ്റും. ഓക്കെ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. മാഡത്തിന്റെ ക്ലാസ് എപ്പോഴും നമ്മുടെ ഒരു ജീവിതത്തിൽ ഒരാൾക്ക് എപ്പോഴും ആവശ്യമുള്ള ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും. നല്ലൊരു ക്ലാസ് ആയിരുന്നു മാം. ഇപ്പൊ ഞാൻ തന്നെയാണെങ്കിലും പല വിഷയങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ പല സന്ദർഭങ്ങളിലും നമ്മുടെ ഹീൽ ചെയ്യാത്ത പല വിഷയങ്ങളും നമ്മളിൽ തന്നെ ഉണ്ടാവും. ആ ഒരു സമയത്തൊക്കെ സൈലന്റ് ആവണെ പറ്റിയും, അതുപോലെ തന്നെ ആ ഒരു സിറ്റുവേഷനെ റെസ്പെക്ട് ചെയ്യാനും, അതുപോലെ തന്നെ കിറ്റ് ചെയ്യാനും ഫോർഗീവ് ചെയ്യാനും ഒക്കെ മാഡത്തിന്റെ ഈ ഒരു ക്ലാസ് കണ്ടതിലൂടെയാണ് മനസ്സിലാക്കാൻ പറ്റിയത് മാം. എന്തായിരുന്നാലും വളരെ സന്തോഷം മാം. ഒരു ചെറിയൊരു ടൈമിലൂടെ ഒരു വലിയൊരു അറിവാണ് നമ്മളിലേക്ക് എത്തിച്ചത്. താങ്ക് യു മാം. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു മാം. യൂസ്ഫുൾ ആയിരുന്നു. ഒരു കാര്യം എഴുതി വെക്കുക, പ്രാക്ടീസ് ചെയ്യുക, പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്. അതിലൂടെ മാത്രമേ നമുക്കിതൊക്കെ നേടിയെടുക്കാൻ പറ്റുള്ളൂ. നമ്മളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമുക്കത് പറ്റും, തീർച്ചയാണ്. താങ്ക് യു. ഗുഡ് മോർണിംഗ് പ്രവീണ മാം. ഗുഡ് മോർണിംഗ്. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ എനിക്ക് വല്ലാതെ ഫീൽ ചെയ്യായിരുന്നു. പക്ഷെ ഇനി വരുന്ന ഇങ്ങനെ സന്ദർഭങ്ങൾ നമ്മൾ എന്താ ചെയ്യുക, ചില മാം പറഞ്ഞ പോലെ പ്രാക്ടീസ് ചെയ്യുക, അതിനെ മനസ്സിലാക്കുക. അങ്ങനെയാണ് നമുക്ക് യൂണിവേഴ്സ് അങ്ങനെയാണ് തന്നെന്ന് മനസ്സിലാക്കുക. താങ്ക് യു മാം. താങ്ക് യു സവിത മാം. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. ഓക്കെ, ടൈം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് മാക്സിമം ആളുകൾ ഫീഡ്ബാക്കും കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ആക്റ്റീവ് ആയോണ്ടിരിക്കും. നിങ്ങൾ ഇതേപോലെ ഓരോ ദിവസം സംസാരിച്ച് വരുമ്പോൾ തന്നെ നിങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയി വരുള്ളൂ. ഓക്കെ, അപ്പൊ എനിവേ താങ്ക് യു സോ മച്ച് ടു ആൾ. പ്രവീണ മാം, താങ്ക് യു സോ മച്ച്. ഇനി നല്ലൊരു നെക്സ്റ്റ് സെഷനിൽ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് Thank യു. you, Pravina താങ്ക് യു ma'am. പ്രവീണ Thank you മാം. all. താങ്ക് യു. Thank you മാം. Thank you all. ഏറ്റവും നല്ല ക്ലാസ് തന്നെ. Thank you all. Thank you, ma'am. Thank you.